ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു വോളും അതേപോലെ ഈ ഒരു ടേബിളും ഞാനൊരു കിടിലൻ ലുക്കിലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു വീഡിയോയുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോ വൗ അങ്ങനത്തെ ഒരു ലുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. ഇത് വലിയൊരു മേക്ക് ഓവറും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇനി ഒരു ടേബിൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. തന്നെ ഇതാ ഈ ഒരു ടേബിൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വോൾ സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെയ്യാനുള്ളത് ഇതാ ഈ ഒരു വോളിലാണ്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഈ ഒരു വോൾ കിടിലനാക്കി എടുക്കണമെന്നുള്ളത്. പെയിൻ്റ് അടിച്ചാൽ ഇതിൽ ഒന്നും ഏക്കാൻ പോണില്ല. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, മഴ പെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് പായലും പൂപ്പലൊക്കെ വരും. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും വോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതും ഇതിൽ ഒട്ടത്തില്ല, കാരണം നനവുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഈ ഒരു വോൾ സ്റ്റിക്കർ. അപ്പോൾ ഇത് വന്നിട്ട് നല്ല കട്ടിയുള്ള വോൾ സ്റ്റിക്കറാണ്. അതേപോലെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു കവറും നല്ല പ്ലാസ്റ്റിക് പോലെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇത് ആണി അടിച്ച് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തിട്ടുള്ളതല്ല, ആണി അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ആ ഒരു വോളിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ പോസ്റ്റേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അത് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഈ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളിലോട്ട് വരാം. അപ്പോൾ ടേബിളിൽ വയ്ക്കാനായിട്ട് ഈ ഒരു ഐറ്റവും പിന്നെ 2-3 ഐറ്റം ഞാൻ മീഷോന്നും ഷോപ്പിൽ നിന്നൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതെടുത്ത് ഇവിടെ വയ്ക്കുക, ഇതെടുത്ത് ഇവിടെ വയ്ക്കുക, ഒരു ഫിക്സ് ആയിട്ടില്ല. എങ്കിലും ഞാൻ ഏറെക്കുറെയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് കാണുമ്പോൾ ഒരു വൗ ഫാക്ടറൊന്നും കിട്ടത്തില്ല. പക്ഷേ എൻ്റേതായ പരിമിതികളിൽ നിന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചതിനെ കാട്ടി അടിപൊളിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്നൊക്കെ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണെങ്കിലും ആ ഒരു ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ഒരു ലൈക്കും സബ്സ്ക്രൈബൊന്നും മറക്കാതെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.